ഒരുപാട് ആൾക്കാരുണ്ട് മൂഡിനനുസരിച്ച് പെരുമാറുന്ന ആൾക്കാർ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മൂഡ് ശരിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മൂഡ് ശരിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, അതിൻ്റെ പേരിലാണ് ഞാൻ ഓനെ അടിച്ചത്. എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒന്നും മൂഡ് ശരിയല്ലെങ്കിൽ ഞാനൊക്കെ എന്ത് വേണോ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് വേണോ? എൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ എൻ്റെ മൂഡ് ശരിയല്ല, എൻ്റെ മൂഡ് ശരിയല്ല, ഞങ്ങൾ എന്ത് വേണോ? പിന്നെ 24 മണിക്കൂറിൽ 20 മണിക്കൂർ മൂഡ് ശരിയല്ലാത്ത ആൾക്കാരറിയോ? പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. സ്ത്രീകളെ ട്രീറ്റാണ് എന്ത് മൂഡ് ശരിയല്ലാത്തത്. ഈ മൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. പല ഐറ്റം മൂഡുകൾ, ദേഷ്യവും സങ്കടവും സമാധാനവും എല്ലതും പല പല മൂഡുകളാണ്. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ പൂർണ്ണ വളർച്ചെത്തിയൊരു പുരുഷനാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ആണാണ്. അപ്പോൾ ഇതെൻ്റെ മൂഡിനനുസരിച്ച് കണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം അതിൽ കിട്ടാനില്ല. ഉള്ള വില ആൾക്കാരുടെ അടുത്ത് പോവുകയേ ഉള്ളൂ. ഇപ്പോൾ ഇഞ്ചിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ഉദാഹരണത്തിന് വിളിച്ച്, ഇപ്പോൾ പുറത്ത് പോകാൻ വിളിച്ച്, അപ്പോൾ പിന്നെ പറയാം എൻ്റെ മൂഡ് ശരിയല്ലടാ, ഓള് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എൻ്റെ മൂഡ് ശരിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പരിപൂർണ്ണ വളർച്ചെത്തിയ പുരുഷനാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ മൂഡുകൾ എൻ്റെ തീരുമാനങ്ങളെ ബാധിക്കാൻ പാടില്ല. എത്ര വലിയ മൂഡായി കഴിഞ്ഞാലും, ഇപ്പോൾ മൂഡ് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കുകയാണെങ്കിലും സിഗരറ്റ് വലിക്കുകയാണെങ്കിലും കഞ്ചാവ് വലിക്കുകയാണെങ്കിലും അത് കോറായിട്ടുള്ളൊരു എസൻസ് ഉണ്ട് ആണുങ്ങൾക്കുള്ള, അത് നഷ്ടപ്പെടാൻ പാടില്ല മൂഡിനനുസരിച്ച് കണ്ട്. അതിൻ്റെ അപ്പത്തെ മൂഡ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മൂഡിൻ്റെ കാര്യത്തിൽ ഇത് 20 മണിക്കൂർ 24 മണിക്കൂറിൽ 20 മണിക്കൂർ സ്ത്രീകൾക്കാണ് ഈ മൂഡിൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ട്രീറ്റുകളാണ്. ഇത് ആണുങ്ങൾക്ക് പറ്റില്ല, ചെയ്യാൻ പാടില്ല. മനസ്സിലായ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ അനിയന്മാരോ ഏട്ടന്മാരോ ആരായിക്കോട്ടെ, ഇവർക്കൊക്കെ ഇങ്ങനത്തെ മൂഡിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അധികം വർത്തമാനം പറയാൻ നിൽക്കണ്ട, ഒഴിവാക്കുക. അവർ ഏരിയയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം അതിൽ നിന്നൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ മൂഡിനനുസരിച്ച് കണ്ട് പെരുമാറുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂഡ് മാറിക്കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സ്ഥാപനം ഇതാവും, എന്ത് മോശമായി പോകും ആ ഒരു ഇത്. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വെച്ചു, ആടോ എൻ്റെ അവസ്ഥ ആകെ സീനായിരുന്നു, പക്ഷെ എന്നാലും ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ആൾക്കാരെ കൂടെ വേണം പോകാൻ. മനസ്സിലായ? അപ്പം അങ്ങനത്തെ മൂഡ് സ്വിങ് ഉള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഓരോ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല.